ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവറാസ് കിച്ചൺ. അപ്പോൾ നവറാസ് കിച്ചൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ടിരുന്ന വീഡിയോ ഒരു കേക്കിൻ്റെതായിരുന്നു, റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഞാനൊരു ഫ്ലവർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന ഫോണ്ടൻറ്റ് ഡോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നു. അപ്പോൾ ആ കേക്കിന് മാത്രമല്ല, എല്ലാ കേക്കിനും യൂസ് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ അത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റാക്സ് എടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ പൗഡർ അതെടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടിനും കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം നമ്മൾ പഞ്ചസാര ചേർത്തു, ഇനി അതിലേക്ക് കോൺഫ്ലവർ ചേർക്കണം. അപ്പോൾ ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സംഭവമാണ് ഇത്. അതിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണിത്. അതും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗർ ചേർത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ മൈദ പൊടിച്ചെടുക്കുന്ന ആ ഒരു രൂപത്തിൽ നൈസായിട്ട് വേണം ഇതിനെ പൊടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനൊരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്തെങ്കിലുമൊക്കെ തരി അതിലുണ്ടെന്നുണ്ടെങ്കിൽ ആ തരി പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തരിച്ചെടുക്കുക. അപ്പോൾ ഇത് മാർക്കറ്റിൽ നിന്നൊക്കെ ഐസിങ് ഷുഗർ പറഞ്ഞിട്ട് വേറെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വീട്ടിലുണ്ടാക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം തരിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതിനെ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഐസിങ് ഷുഗർ. ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ ആ വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കഴിഞ്ഞാൽ വിപ്ഡ് ക്രീം ഒന്നും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് ഫോണ്ടൻറ്റ് ഡോ ഉണ്ടാക്കാനും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ എന്താ പറയുക, വിപ്പിംഗ് ക്രീമൊക്കെ ക്രീമിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇത് യൂസ് ചെയ്യുക. ഒരുപാട് കോൺഫ്ലവർ ഇട്ട് പോകരുത്. ഒരുപാട് കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ തീരെ കട്ടിയായി പോവും ക്രീമൊക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും കണ്ട് കിട്ടൂല, ഒരു മാവ് പോലെ ആയി പോവും. ഇതിപ്പോൾ ഞാൻ പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്കിലേക്ക് ഉണ്ടാക്കാനുള്ള ഐസിങ് ഷുഗർ ഇതിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് അധികം വേണ്ടി വരും കേക്കിലേക്ക്, എന്ന് വെച്ചാൽ ഫോണ്ടൻറ്റ് ഡോയിലേക്ക് വേണ്ടത്. ഇങ്ങനെയാണ് ഐസിങ് ഷുഗർ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോണ്ടൻറ്റ് ഡോ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളമാണ്, അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് 4 ടേബിൾ സ്പൂണോളൊക്കെ ഉണ്ടാവും, തിളച്ച വെള്ളം എടുക്കുക. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റ് ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാൻ ഇതിലേക്ക് ജലാറ്റിനാണ് ചേർക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് വേണം ജലാറ്റിൻ ചേർക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ജലാറ്റിൻ കുതിർത്ത ശേഷം നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 1 ടീസ്പൂണോളം ജലാറ്റിൻ ഉണ്ടാവും. 1 ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂണോളം ജലാറ്റിൻ ഉണ്ടാവും. ഇതിനെ നന്നായിട്ട് ഈ തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അതിവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കോൺ സിറപ്പ് പറഞ്ഞ സിറപ്പാണ് ചേർക്കുന്നത്. ഈ സിറപ്പ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാനും കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ക്രിസ്റ്റലൈസ് ആയി പോവരുത്. നമ്മളപ്പോൾ ചെറുനാരങ്ങയുടെ നീര് നല്ല തിളച്ച് വരുമ്പോൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്തിട്ട് നല്ലതായിട്ട് തിക്കാക്കി എടുക്കുക. അങ്ങനെയാണ് ഈ കോൺ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ സിറപ്പ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്. ഒരു 10 ഗ്രാമോളം ബട്ടർ. 10 ഗ്രാം വേണ്ട, അതിൻ്റെ ഹാഫ് മതി. കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് അത് തിക്കായി വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒന്നായിട്ട് കട്ട കുത്തി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു ലൂസ് ബാറ്റർ ചേർത്തിട്ടാണ് നമ്മൾ ഫോണ്ടൻറ്റ് ഡോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് വലിയ ഡോ തന്നെ ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ആ ഐസിങ് ഷുഗറാണത്. അതിലേക്ക് ജലാറ്റിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നല്ലോണം കൈവച്ചൊന്ന് മിക്സാക്കി എടുക്കുക. ആദ്യം നമുക്ക് നല്ല ലൂസ് പോലെ തോന്നും. ഈ ഒരു ലൂസിലാണ് നമുക്കിത് കിട്ടുക.
പക്ഷെ നമ്മൾ കുറച്ചും കൂടി അധികം ഐസിങ് ഷുഗർ നേരത്തെ കോൺഫ്ലോറും ഷുഗറും കൂടി പൊടിച്ചത് തന്നെ തറയിൽ കുറച്ച് അധികം ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ചേർത്തിട്ട് നല്ലോണം നമുക്കതിനൊരു ഡോ ആക്കി എടുക്കാം കുഴച്ചിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ അതിനെ നല്ലോണം കുഴച്ചെടുത്തിട്ട് നല്ലൊരു ഡോ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരയും കോൺഫ്ലോറും ആണ്. അപ്പോൾ നമ്മൾ പഞ്ചസാരൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് കോൺഫ്ലോറിൻ്റെ അളവും കൂട്ടണം. ഒരു കപ്പിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പിലേക്ക് അതനുസരിച്ച് കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടി ടൈപ്പ് കളറാണെന്നുണ്ടെങ്കിൽ അതിൽ മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പോൾ ഞാനിത് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റേതിൻ്റെ അത്ര തന്നെ പെർഫെക്ഷനിൽ കിട്ടൂല. നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ ഇതിനൊക്കെ ഇത് കിട്ടുള്ളൂ. ഈ ഒരു രൂപത്തിൽ ഞാൻ ഇതിനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിതിനെ പരത്തി റെഡിയാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ നല്ലോണം സൂക്ഷിച്ചു വെക്കാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് അധികം എന്താ പറയുക ഫോണ്ടന്റിലേക്ക് ചേർക്കേണ്ട അധികം സാധനങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് ഹോം മെയ്ഡ് ആയതുകൊണ്ട് അത്ര തന്നെ ദിവസം ഇരുന്നോളണമെന്നില്ല. കാരണം പെട്ടെന്ന് തന്നെ അത് തിക്കായി പോവും. ഇപ്പം നല്ലൊരു സോഫ്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷേപ്പിൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിലേക്ക് കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ സമയത്ത് ചേർക്കുക. ഇതിനേക്കാളും ബെറ്റർ ഞാൻ പറയുന്നത് ആ ജെലാറ്റിൻ്റെ മിക്സിലേക്ക് നമ്മൾ കുറച്ച് കളർ ചേർത്തിട്ട് വെറും ഒറ്റ കളറിലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ആ റെഡ് വെൽവെറ്റിൽ ചേർത്തിട്ടുള്ള ആ റോസ് പൂ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ റെഡ് കളർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ റെഡ് കളറിലുള്ള ഫോണ്ടന്റ് ഞാൻ തയ്യാറാക്കിയത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ അതിനെ ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് വീഡിയോ എടുക്കാനും മറന്നുപോയി. അപ്പോൾ ഇതുപോലെ പരത്തി വെച്ചിട്ട് ഞാനൊരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി എടുത്തിട്ട് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിനെ പിന്നെ ഫ്ലവറാക്കി ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റേ വൈറ്റ് കളറിലുള്ളതിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളർ ആക്കിയിട്ട് അതിനൊരു ലീഫാക്കി ടൈം തയ്യാറാക്കി. ഇപ്പം ഞാനിതൊരു ക്ലിം ഫിലിമിൽ നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.